മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ, തിരക്കഥയാണ് കിങ്, എഴുത്തുകാർക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഇൻഡസ്ട്രി എന്നൊക്കെ. പൃഥ്വിരാജ് സുകുമാരൻ ഒരു സംസാരത്തിൽ പറഞ്ഞതും ഓർക്കുന്നു, എഴുത്തുകാർ പവർ ഹൗസുകളായതുകൊണ്ടാണ് മലയാള സിനിമ ഇങ്ങനെ വളർന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു കഥയുണ്ടെങ്കിൽ ആർക്കും കയറി വരാം, അവസരം കിട്ടുമെന്നൊരു തോന്നൽ വരും അല്ലേ? ആ, പക്ഷെ സത്യം പറഞ്ഞാല് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക്, ഇൻഡസ്ട്രിയിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു പുതിയ എഴുത്തുകാരന് ഈ ചിത്രം കുറച്ച് എന്താ പറയാ ദൂരെയാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന്. ഒരുപാട് പേര് അവരുടെ കഥകളുമായി, സ്ക്രിപ്റ്റുകളുമായി പ്രൊഡക്ഷൻ ഹൗസുകളെ സമീപിക്കുന്നുണ്ട്, ഇമെയിൽ അയക്കുന്നു, വിളിക്കുന്നു. പക്ഷെ പലപ്പോഴും കിട്ടുന്നതെന്താ, മറുപടിയില്ലാത്ത ഫോൺ കോളുകള്, വായിക്കപ്പെടാത്ത മെയിലുകള്, ഒരുതരം വഴിമുട്ടിയ അവസ്ഥ. മുൻപരിചയമില്ലെങ്കിൽ ഈ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുവാണോ എന്ന് തോന്നിപ്പോകും. ശരിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്കാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. സിനിമയിലേക്കുള്ള ഈ പ്രവേശന വഴികൾ അതൊരു സങ്കീർണ വ്യൂഹം പോലെയാണ് ശരിക്കും. എന്തുകൊണ്ടാണ് ഈ ഔപചാരിക വഴികൾ, അതായത് പ്രൊഫഷണലായി സ്ക്രിപ്റ്റ് അയക്കുന്നതൊക്കെ പലപ്പോഴും വർക്കാവാത്തത്? പിന്നെ എങ്ങനെയാണ് ഈ പേഴ്സണൽ കണക്ഷൻസ്, ഇൻഫോർമൽ നെറ്റ്വർക്കുകളൊക്കെ യഥാർത്ഥ വാതിലുകളായി മാറുന്നത്? നമ്മൾ ഇൻഡസ്ട്രിയിലെ യാഥാർത്ഥ്യങ്ങൾ, എഴുത്തുകാരുടെ അനുഭവങ്ങൾ, പിന്നെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചാണിത് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സിനിമാ മോഹിയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. സാധാരണഗതിയിൽ ഒരു തിരക്കഥയുമായി മുന്നോട്ടു പോകാൻ ചില രീതികളുണ്ടല്ലേ? നല്ല ഫോർമാറ്റിൽ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ എഴുതിയ ഒരു ഫുൾ സ്ക്രിപ്റ്റ്, ചിലപ്പോൾ സെൽടെക്സ് അല്ലെങ്കിൽ ഫൈനൽ ഡ്രാഫ്റ്റ് പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട്, കൂടെ നല്ലൊരു ലോഗ് ലൈൻ, ഒറ്റ വരിയിൽ കഥയുടെ തീപ്പൊരി, പിന്നെ ഒരു സിനോപ്സിസ്, കഥയുടെ സംഗ്രഹം, പിന്നെ റൈറ്ററെക്കുറിച്ചൊരു കവർ ലെറ്റർ, ഇതൊക്കെ ചേർന്നൊരു പാക്കേജ്. അതെ, അങ്ങനൊരു പാക്കേജ് റെഡിയാക്കി വെക്കണം. എന്നിട്ട് പ്രൊഡക്ഷൻ ഹൗസുകളെ അല്ലെങ്കിൽ ഡയറക്ടർമാരെ ഇമെയിൽ വഴി സമീപിക്കാം. അല്ലെങ്കിൽ ചിലർ നേരിട്ട് വിളിച്ചു നോക്കും, കോൾഡ് കോൾ എന്ന് പറയും. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ഒരേ മെയിൽ അയക്കുന്നത് അത്ര നല്ല രീതിയല്ല. ഓരോരുത്തരെയും ഒന്ന് പഠിച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ടാകുമോ എന്ന് നോക്കിയിട്ട് അയക്കുന്നതാണ് അതിന്റെ ഒരു പ്രൊഫഷണൽ രീതി. അല്ലാതെ മാസ് മെയിലിംഗ് ചെയ്താൽ അത് പലപ്പോഴും നെഗറ്റീവായിട്ടേ വരും. കാരണം ഇവരൊക്കെ തമ്മിൽ സംസാരിക്കുന്നവരാണല്ലോ. തുടർന്നിട്ടും പുതിയ എഴുത്തുകാർക്ക് വലിയ പ്രയോജനം കിട്ടുന്നില്ല എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയ വഴിയും മെയിൽ വഴിയുമൊക്കെ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളെ സമീപിച്ചിട്ട് 3 കൊല്ലത്തോളം ഒരു മറുപടി പോലും കിട്ടിയില്ലെന്ന് വിഷമിക്കുന്ന ഒരു റൈറ്ററുടെ അനുഭവം ഈയിടെ വായിച്ചിരുന്നു. പലപ്പോഴും വെബ്സൈറ്റുകൾ വർക്കിംഗ് ആവില്ല, അല്ലെങ്കിൽ കൊടുത്ത നമ്പറിൽ കിട്ടില്ല. ഇതൊക്കെ ശ്രമിക്കുന്നവരെ നിരാശപ്പെടുത്തും. അപ്പോൾ ഈ വാതിലുകൾ ശരിക്കും പൂട്ടിയിരിക്കുകയാണോ? പൂട്ടിയിരിക്കുന്നു പറയുന്നതിനേക്കാൾ ശരി, അവ പുതിയ ആളുകളെ അകത്തേക്ക് കയറ്റാനുള്ള വാതിലുകളായിട്ടല്ല പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രൊഡ്യൂസർക്ക് ഒരു ദിവസം എത്ര സ്ക്രിപ്റ്റ് കിട്ടുന്നുണ്ടാവും? 100 കണക്കിന്. എല്ലാം എടുത്ത് വായിച്ചു നോക്കാനും വിലയിരുത്താനുമുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സിസ്റ്റമോ പലർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഔപചാരിക വഴികൾ സത്യം പറഞ്ഞാൽ പുതിയ ടാലന്റിനെ കണ്ടുപിടിക്കാൻ എന്നതിനേക്കാൾ പ്രൊഫഷണൽ അല്ലാത്തവരെ, അതായത് മോശം ഫോർമാറ്റില് തെറ്റുകളോടെയൊക്കെ അയക്കുന്നവരെ, അങ്ങനെയുള്ളവരെ ഒന്ന് അരിച്ചൊഴിവാക്കാനുള്ള ഒരു ഫിൽട്ടറായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ അപ്രോച്ച് പ്രൊഫഷണൽ ആണെങ്കിൽ ആ ഫിൽട്ടർ കടന്നേക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം സ്ക്രിപ്റ്റ് വായിക്കപ്പെടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒഫീഷ്യൽ വഴികൾ ഒരു ഉറപ്പല്ലെങ്കിൽ ഒരു ഫിൽട്ടർ മാത്രമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുതിയ എഴുത്തുകാർക്കൊരു എൻട്രി കിട്ടുന്നത്? ഈ പറഞ്ഞ സങ്കീർണ വ്യൂഹത്തിൽ എവിടെയാണ് യഥാർത്ഥ വാതിൽ? മുൻവാതിൽ അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് വല്ല വഴിയുമുണ്ടോ? അവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. വ്യക്തിപരമായ ബന്ധങ്ങൾ, ഇൻഡസ്ട്രിയിലെ പരിചയങ്ങൾ, അതാണ് അനൗപചാരിക ശൃംഖലകൾ അല്ലെങ്കിൽ ഇൻഫോർമൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏറ്റവും ഇഫക്റ്റീവ് വഴി എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലെ ആക്റ്റീവായ, കുറച്ചെങ്കിലും ഒരു സ്വാധീനമുള്ള ഒരാളെ കണ്ടെത്തുക. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കഴിവിന് വേണ്ടിയും സംസാരിക്കാൻ തയ്യാറുള്ള ഒരാൾ. അതൊരു ഡയറക്ടറോ ആക്ടറോ പ്രൊഡ്യൂസറോ എന്തിനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലും മതി. അങ്ങനെ ഒരാളുടെ ഒരു വാക്ക്, ഒരു റെക്കമെൻഡേഷൻ, അത് നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ ആ കൂമ്പാരത്തിൽ നിന്ന് പൊക്കിയെടുത്ത് മുന്നിലെത്തിക്കാൻ സഹായിക്കും. വിശ്വാസ്യത, അതാണ് അവിടെ മെയിൻ. പക്ഷേ എല്ലാവർക്കും അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടാവില്ലല്ലോ. ഇൻഡസ്ട്രിയിൽ ആരെയും നേരിട്ട് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? അവർക്ക് ഈ നെറ്റ്വർക്കിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? അതൊരു വലിയ കടമ തന്നെയല്ലേ? തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്. പക്ഷേ വഴികളില്ലാതില്ല. ഫിലിം ഫെസ്റ്റിവലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ IFFK പോലുള്ളവ, അവിടെയൊക്കെ പോയി ആളുകളെ കാണാനും സംസാരിക്കാനും ശ്രമിക്കാം. നെറ്റ്വർക്ക് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണത്. പിന്നെ നേരിട്ട് വലിയ ആളുകളെ സമീപിക്കുന്നതിന് പകരം ചിലപ്പോൾ സഹസംവിധായകരെ, അതായത് ADമാരെ സമീപിക്കുന്നത് ഒരു വഴിയാണ്. ഒരു ADക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാൽ അവർക്കത് അവരുടെ ഡയറക്ടറെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. കാരണം അവർ ഡയറക്ടർമാരുമായി അത്രയും ക്ലോസായി വർക്ക് ചെയ്യുന്നവരാണല്ലോ. അതുപോലെ ചിലപ്പോൾ ലീഡ് ആക്ടർമാരെ നേരിട്ട് കണ്ട് കഥ പറഞ്ഞ് അവരുടെ താല്പര്യമുണ്ടാക്കിയാൽ അതും പ്രോജക്റ്റിന് ഒരു പുഷ് കൊടുക്കും. ആക്ടർ ഓക്കെ ആണെങ്കിൽ പ്രൊഡ്യൂസറെ കിട്ടാൻ എളുപ്പമായേക്കാം. ഈ പറഞ്ഞതിൽ നിന്ന് മലയാള സിനിമയെ ഡയറക്ടർ സെൻട്രിക് എന്ന് പറയുന്നതിനും ഒരു റോളുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? സംവിധായകന്റെ വാക്കിന് വിലയുണ്ടല്ലോ. ഒരു പരിധിവരെ അത് ശരിയാണ്. ക്രിയേറ്റീവ് കാര്യങ്ങളിൽ പലപ്പോഴും അവസാന വാക്ക് ഡയറക്ടറുടേതാവും. അപ്പോൾ ഒരു ഡയറക്ടർക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാൽ അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ആ പ്രോജക്റ്റിന്റെ സാധ്യത കൂട്ടും. ഇവിടെയെല്ലാം ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ട്രസ്റ്റാണ്, വിശ്വാസം. നേരത്തെ പറഞ്ഞില്ലേ, സിനിമ നിർമ്മാണം ഭയങ്കര ഫിനാൻഷ്യൽ റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അവർക്ക് വിശ്വാസമുള്ള ഒരാൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് ആ റിസ്ക് കുറയ്ക്കാനുള്ള ഒരു വഴിയായിട്ടാണ് പ്രൊഡ്യൂസർമാർ കാണുന്നത്.
എവിടെന്നോ വന്ന ഒരു ഇമെയിലിലെ സ്ക്രിപ്റ്റ് വായിക്കാൻ സമയം കളയുന്നതിലും അവർക്ക് താൽപ്പര്യം വിശ്വസ്തനായ ഒരാൾ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് നോക്കാനാകും. അതൊരു ഗ്യാരണ്ടി പോലെയാണ്. ചുരുക്കത്തിൽ ഈ എൻട്രി ഗെയിമിൽ ഇൻഫോർമൽ കണക്ഷൻസും അതുവഴിയുള്ള വിശ്വാസ്യതയുമാണ് യഥാർത്ഥ കീ. അപ്പോൾ ഈ സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെയാണ് ഇൻഡസ്ട്രിയിലെ പ്രധാന ഗേറ്റ് കീപ്പർമാർ, കാവൽക്കാർ. അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഈ പറഞ്ഞ സാമ്പത്തിക റിസ്ക് തന്നെ. 2025 ഫെബ്രുവരിയിലെ മാത്രം കണക്ക് നോക്കിയാൽ മതിയല്ലോ. ആ മാസം ഇറങ്ങിയ 17 പടത്തിൽ 11 എണ്ണത്തിലും മുടക്കുമുതൽ കിട്ടിയില്ലെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 75 കോടി മൊത്തം മുടക്കിയപ്പോൾ തിയേറ്റർ ഷെയറായിട്ട് തിരിച്ചു വന്നത് 23 കോടി മാത്രം. അമ്പട, ഒറ്റ മാസം കൊണ്ട് ഏകദേശം 53 കോടിയുടെ നഷ്ടം. അപ്പോൾ പിന്നെ നിർമ്മാതാക്കൾ പുതിയ ആൾക്കാരെ വെച്ച് റിസ്ക് എടുക്കാൻ ഒന്ന് മടിക്കും, സ്വാഭാവികം. തീർച്ചയായും അത്രയും വലിയ റിസ്ക് ഉള്ളതുകൊണ്ടാണ് അവർ സേഫായിട്ട് കളിക്കാൻ നോക്കുന്നത്, പരിചിതമായ വഴികൾ തിരഞ്ഞെടുക്കാൻ നോക്കുന്നത്. അവിടെയാണ് ഈ സ്വജന പക്ഷപാതം അഥവാ നെപ്പോട്ടിസത്തെക്കുറിച്ചുള്ള സംസാരം വരുന്നത്. ബോളിവുഡിലെയോ മറ്റോ പോലെ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ ഇല്ല എന്ന് പലരും പറയാറുണ്ടെങ്കിലും സിനിമാ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് ഇൻഡസ്ട്രിയിലേക്കൊരു ഈസി ആക്സസ് കിട്ടുന്നുണ്ട് എന്നത് സത്യമാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അവർക്ക് മോശം പ്രകടനത്തിന് കൂടുതൽ സഹിഷ്ണുത കിട്ടുന്നു എന്നതാണ്. അതായത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരൊറ്റ സിനിമ കൊണ്ട് കഴിവ് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒരു നെപ്പോ കിഡിന് ആദ്യത്തെ പടമത്ര വിജയിച്ചില്ലെങ്കിലും വീണ്ടും വീണ്ടും അവസരങ്ങൾ കിട്ടിയേക്കാം. ഓരോ തവണ അവർക്ക് അങ്ങനെ അവസരം കിട്ടുമ്പോൾ അത് പുറത്ത് കാത്തിരിക്കുന്ന ചിലപ്പോൾ കൂടുതൽ കഴിവുള്ള മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു എന്നും വാദങ്ങളുണ്ട്. നിർമ്മാതാവിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഇതൊരു പ്രാക്ടിക്കൽ ഡിസിഷൻ കൂടി ആയിരിക്കാം അല്ലേ? കാരണം ഫേമസ് ആയൊരു സ്റ്റാറിന്റെ മകനോ മകളോ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ അതിനൊരു മീഡിയ അറ്റൻഷൻ കിട്ടും, മാർക്കറ്റിംഗ് കുറച്ചുകൂടി എളുപ്പമാവും. അത് ആ തുടക്കത്തിലെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവാം. അതെ, അതൊരു ബിസിനസ് ആംഗിളാണ്. മാർക്കറ്റബിലിറ്റി, പ്രോജക്റ്റിന് കിട്ടുന്ന ഇനീഷ്യൽ ഹൈപ്പ്, അതൊക്കെ അവർ നോക്കും. പക്ഷേ ഇവിടെയാണ് ആ പ്രധാന ചോദ്യം വരുന്നത്. ഈ ഒരു ട്രെൻഡ് നല്ല കഴിവുണ്ടായിട്ടും ബാക്ക്ഗ്രൗണ്ടോ കണക്ഷൻസോ ഇല്ലാത്തവരെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? ഈ സിസ്റ്റം കാരണം നന്നായി എഴുതാൻ അറിയാമെങ്കിലും അത് മാർക്കറ്റ് ചെയ്യാനോ ശരിയായ ആളുകളിലേക്ക് എത്തിക്കാനോ പറ്റാത്ത പുതിയ എഴുത്തുകാർ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ സ്ക്രിപ്റ്റ് എത്ര നല്ലതാണെങ്കിലും അത് വരുന്നതൊരു പുതിയ പരിചയമില്ലാത്ത ആളിൽ നിന്നായതുകൊണ്ട് മാത്രം അതൊരു വലിയ റിസ്ക്കായി കണക്കാക്കപ്പെടുന്നു. അത് ടാലന്റിന് ഒരു ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഈ പരമ്പരാഗത രീതികളിലെ പ്രശ്നങ്ങളും ഈ എൻട്രിയിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം എന്തെങ്കിലും പുതിയ സാധ്യതകൾ വരുന്നുണ്ടോ? ഉദാഹരണത്തിന് സ്ക്രിപ്റ്റിക്, റൈറ്റ് ട്രൈബ് എന്നൊക്കെ പറയുന്ന ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അവരൊരു മാറ്റം കൊണ്ടുവരുമോ? അതൊരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ്. കഴിവുള്ള എഴുത്തുകാരെയും കഥകൾ തേടുന്ന പ്രൊഡ്യൂസേഴ്സിനെയും കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രൊഫഷണൽ സംരംഭങ്ങളാണിത്. ഈ പരമ്പരാഗത രീതിയുടെ ഒരു പ്രശ്നം കാര്യക്ഷമതയില്ലായ്മയാണ്. വ്യക്തിബന്ധങ്ങളെ മാത്രം ആശ്രയിക്കുമ്പോൾ ഒരുപാട് ടാലന്റ് മിസ്സാവുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവർ സ്ക്രിപ്റ്റുകൾ കളക്ട് ചെയ്യുക, പ്രൊഫഷണലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, നല്ലതെന്ന് തോന്നുന്നവ മാത്രം തിരഞ്ഞെടുത്ത് ക്യൂറേറ്റ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ്മാർക്ക് കൊടുക്കുക. ചിലപ്പോൾ പിച്ച് ഡെക്കൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കും. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. ഇവരുടെയൊക്കെ പ്രവർത്തന രീതി എങ്ങനെയാണ്? ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ശരിക്കും ഈ നെറ്റ്വർക്ക് സിസ്റ്റത്തെയും ഗേറ്റ് കീപ്പർമാരെയും ബൈപ്പാസ് ചെയ്യാൻ പറ്റുമോ? അതോ ഇതും അവസാനം പൈസ കൊടുക്കുന്നവർക്ക് മാത്രം കയറാൻ പറ്റുന്ന വേറൊരു തരം ഗേറ്റ് കീപ്പറായി മാറുമോ? നല്ല പോയിന്റാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റിക്കൊക്കെ കൂടുതലും SWA അല്ലെങ്കിൽ സ്വാൻ പോലുള്ള റൈറ്റേഴ്സ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്ക്രിപ്റ്റുകളാണ് നോക്കുന്നത്. അവര് നല്ല സ്ക്രിപ്റ്റുകളുടെ ഒരു ബാങ്ക് ഉണ്ടാക്കിയിട്ട് പ്രൊഡ്യൂസർമാർക്ക് ആക്സസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ് ട്രൈബിന്റെ മോഡൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവര് എഴുത്തുകാരിൽ നിന്ന് ഒരു ഫീസ് വാങ്ങിയിട്ട് സ്ക്രിപ്റ്റ് വിശദമായി ഇവാലുവേറ്റ് ചെയ്ത് ഗ്രേഡ് കൊടുക്കും. ഒരു കുറിപ്പിട്ട ഗ്രേഡ്, ഒരു B+ എങ്കിലും കിട്ടിയാൽ ആ സ്ക്രിപ്റ്റുകൾ അവരുടെ സ്ക്രിപ്റ്റ് വാൾട്ടിൽ വെക്കും. എന്നിട്ട് അത് പ്രൊഡ്യൂസർമാർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യും. അപ്പോൾ ഈ ഏജൻസികൾ നിലവിലുള്ള ഒരു മാർക്കറ്റ് ഫെയിലിയർ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നത് ശരിയാണ്. കണക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നല്ല കഥകൾ വെളിച്ചം കാണാതെ പോകുന്നതൊരു പ്രശ്നം തന്നെയാണ്. പ്രൊഡ്യൂസർമാർക്കെല്ലാം വായിച്ചു നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ ആ സ്ക്രീനിംഗ് പ്രോസസ്സ് ഒരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാണ്. ഒരു ഇടനിലക്കാരൻ എഴുത്തുകാരിൽ നിന്ന് ചിലപ്പോൾ ഫീസ് വാങ്ങി സ്ക്രിപ്റ്റ് വാങ്ങി ഫിൽട്ടർ ചെയ്ത് നല്ലതെന്ന് തോന്നുന്നത് പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നു. ഇത് കുറച്ചുകൂടി ഫോമനായൊരു രീതിയിലേക്ക് മാറുന്നതിന്റെ സൂചനയാണ്. പക്ഷേ ഇതിന്റെയൊക്കെ റീച്ചും എഫക്റ്റീവ്നെസ്സും എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയണം. ഫീസ് കൊടുത്ത് എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നതും ഒരു ചോദ്യമാണ്. ഇവ പുതിയ വാതിലുകളാണോ അതോ ഈ വ്യൂഹത്തിലെ പുതിയ ടോൾ ബൂത്തുകളാണോ എന്ന് അത് കാലം തെളിയിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സംസാരിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, മലയാള സിനിമയിലേക്ക് ഒരു പുതിയ എഴുത്തുകാരനായിട്ട് വരുമ്പോൾ വെറുതെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒഫീഷ്യൽ അഡ്രസ്സിൽ അയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ പ്രവേശനത്തിന്റെ സങ്കീർണ്ണ വ്യൂഹത്തിൽ യഥാർത്ഥ എൻട്രി കിട്ടുന്നത് മിക്കവാറും അനൗപചാരിക വഴികളിലൂടെ, പേഴ്സണൽ കണക്ഷൻസിലൂടെ, പിന്നെ ആ ഗേറ്റ് കീപ്പർമാരുടെ വിശ്വാസം നേടിയെടുക്കുന്നതിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇതിനർത്ഥം? നിങ്ങളൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കഥ നല്ല രീതിയിൽ എഴുതുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതും അതിലൂടെ മുന്നോട്ട് പോകാനുള്ള വഴികൾ കണ്ടെത്തുന്നതും. വളരെ ശരിയാണ്. ചാലഞ്ച് എന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതുക എന്നത് മാത്രമല്ല, ഈ ലാബിറിന്ത് ഓഫ് ആക്സസ്, ഈ പ്രവേശനത്തിന്റെ സങ്കീർണ്ണ വ്യൂഹത്തിലൂടെ എങ്ങനെ കടന്നു ചെല്ലാം എന്ന ആ ഒരു പസിൽ സോൾവ് ചെയ്യുക എന്നതും കൂടിയാണ്. എഴുത്ത് എന്ന ക്രാഫ്റ്റിനൊപ്പം തന്നെ നെറ്റ്വർക്ക് ചെയ്യാനും തന്റെ വർക്ക് ശരിയായ ആളുകളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കാനുമുള്ള ഒരു സ്ട്രാറ്റജിക് സ്കിൽ കൂടി ഇക്കാലത്ത് ആവശ്യമായി വരുന്നുണ്ട്.
അപ്പോൾ ഈ നെറ്റ്വർക്ക് സെൻട്രിക് റിയാലിറ്റി നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇന്ന് മലയാള സിനിമയിൽ ഒരു എഴുത്തുകാരൻ വിജയിക്കാൻ എഴുതാനുള്ള കഴിവ് എന്ന ആ ഒരു ബേസിക് സ്കില്ലിനപ്പുറം ഈ നെറ്റ്വർക്കിംഗ് സ്കിൽസ്, ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ഒരുപക്ഷേ ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ്, ഇതൊക്കെ എത്രത്തോളം നിർണായകമായി മാറിയിട്ടുണ്ടാവാം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വിഷയങ്ങൾ, അതായത് നമ്മുടെ സിനിമാ വ്യവസായത്തിലെ വെല്ലുവിളികളും പുതിയ വഴികളും നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ കഥകളെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ AI ടൂളുകൾ എങ്ങനെ പ്രൊഫഷണലായി ഉപയോഗിക്കാമെന്നറിയാൻ താൽപ്പര്യമുണ്ടോ? എങ്കിൽ ഡോക്ടർ ഡെയിൻസ് AI സ്റ്റോറി ടെല്ലിംഗ് ലാബിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത കസ്റ്റം AI ടൂളുകളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മെന്റർഷിപ്പും ഉപയോഗിച്ച് നിങ്ങളുടെ തിരക്കഥകളെ ഒരു പ്രൊഫഷണൽ പിച്ച് പാക്കേജാക്കി മാറ്റാൻ ഡോക്ടർ ഡെയിൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അടുത്ത ബാച്ചിനായുള്ള വെയിറ്റ് ലിസ്റ്റിൽ ചേരാനും ഈ പോഡ്കാസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അവിടെ ലിങ്ക് ലഭ്യമാണ്. നിങ്ങളുടെ കഥകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.